നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ വിപണി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊപ്ര വിലയിൽ ഉണർവ്, വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞു. വിനിമയ വിപണിയിൽ ജപ്പാനീസ് യെന്നിനെ ബാധിച്ച മാന്ദ്യം ഏഷ്യൻ റബ്ബറിന് താൽക്കാലിക താങ്ങ് പകർന്നു. അവധി വ്യാപാരത്തിൽ റബ്ബർ കിലോ 369 yen വരെ കയറിയതിൻ്റെ ചുവട് പിടിച്ച് ബാങ്കോക്കിലും ഉൽപ്പന്നം മികവ് കാണിച്ചു. രാജ്യാന്തര വിപണിയിലെ ഷീറ്റ് ക്ഷാമം പെടുന്നനെ വിട്ടുമാറാൻ ഇടയുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിക്കുന്നത് വരും മാസങ്ങളിൽ റബ്ബർ ലഭ്യത പതിവിലും ഉയർത്താം. ഐവറി കോസ്റ്റ്, നൈജീരിയ, ഘാന, ലൈബീരിയ, കാമറൂൺ തുടങ്ങിയ രാജ്യങ്ങൾ നേരത്തെ കൊക്കോയെ തഴഞ്ഞ് റബ്ബറിൽ ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങി. ഐവറി കോസ്റ്റിൽ മാത്രം 20 ലക്ഷം ടൺ റബ്ബറിൻ്റെ ഉൽപ്പാദനമാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ വരണ്ട കാലാവസ്ഥയിൽ റബ്ബർ വെട്ട് നിലച്ചു. 4ാം ഗ്രേഡ് കിലോ 220 രൂപയിലും ലാറ്റക്സ് 143 രൂപയിലും വ്യാപാരം നടന്നു. കൊച്ചിയിൽ കൊപ്ര വിലയിൽ ഉണർവ് ദൃശ്യമായെങ്കിലും എണ്ണ മാർക്കറ്റ് സ്റ്റഡിയാണ്. പ്രാദേശിക വിപണിയിൽ നിന്നും വെളിച്ചെണ്ണയ്ക്ക് ആവശ്യക്കാർ കുറഞ്ഞതിനാൽ തിരക്കിട്ടുള്ള ചരക്ക് സംഭരണത്തിന് വിപണി വൃത്തങ്ങൾ ഉത്സാഹിച്ചില്ല. അതേസമയം ഈസ്റ്റർ അടുത്തതിനാൽ എണ്ണ മാർക്കറ്റ് ചൂടുപിടിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലവിലുണ്ട്. വെളിച്ചെണ്ണ കിൻഡലിന് 29,600 രൂപയിൽ തുടർച്ചയായ 17 ദിവസവും വിപണനം നടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ കുതിച്ചുചാട്ടം കാഴ്ചവെച്ച തമിഴ്നാട്ടിൽ ഇന്ന് നാളികേര ഉൽപ്പന്നങ്ങൾ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. ഏലയ്ക്ക ലേലത്തിന് വീണ്ടും കൂടുതൽ ചരക്ക് വിൽപ്പനയ്ക്കെത്തി. രാവിലെ നടന്ന ലേലത്തിൽ മൊത്തം 77,229 കിലോഗ്രാം ചരക്ക് വന്നതിൽ 77,088 കിലോയും വിറ്റഴിഞ്ഞു. ആഭ്യന്തര വ്യാപാരികളിൽ നിന്നും ശക്തമായ വാങ്ങൽ താൽപ്പര്യം അനുഭവപ്പെട്ടു. വലുപ്പം കൂടിയ ഇനങ്ങൾ ശേഖരിക്കാൻ കയറ്റുമതി സമൂഹവും ഉത്സാഹിച്ചു. ശരാശരി ഇനം ഏലക്ക കിലോ 2,307 രൂപയിലും മികച്ച ഇനങ്ങൾ 3,210 രൂപയിലും കൈമാറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.